ഹായ് ഹലോ കൂട്ടുകാരി, ഞാനിപ്പോൾ ഇത് നിൽക്കുന്നത് അശ്വഗന്ധ ആയുർവേദ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ വരാൻ കാരണം എൻ്റെ മോന് ഇന്നലെ സ്കൂൾ വിട്ട് വന്ന സമയത്ത് ഒരു കാലിനൊരു ചെറിയൊരു കുഴപ്പം പറ്റി. അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ മാക്സിമം എണ്ണയൊക്കെ ഇട്ടൊന്ന് തടവിയൊക്കെ കിടത്തി. പക്ഷേ കാലൂന്നാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും നീരൊക്കെ വെച്ചു. അപ്പോൾ ചെറിയ പൊട്ടലും എങ്ങാനും ഉണ്ടോ എന്നൊക്കെ പേടിച്ച് അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, പൊട്ടലൊന്നുമില്ല, ലിഗമെൻറ്റിൻ്റെ ഇത് വിട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെ പറഞ്ഞു, നിങ്ങൾ ആയുർവേദത്തിൽ കൊണ്ടുപോയി തടവി അത് പിടിച്ചിടുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എനിക്കെന്തോ വിഷമത്തോടെയാണ് ഞാൻ പോയതെങ്കിൽ ഇതിനകത്ത് കയറി ഡോക്ടേഴ്സിനെയും ഹോസ്പിറ്റലൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു സമാധാനം തോന്നി. അങ്ങനെ മോനെ നേരെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അതിന് ശേഷം മോനെ കയറ്റി. അപ്പോൾ ഡോക്ടർ ആദ്യം എക്സ്റേ നോക്കിയപ്പോൾ അതിൽ വേറെ ഇഷ്യൂസൊന്നും ഇല്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മോനെ അവിടെ ഒരു ഇതിൽ കിടത്തി. ആദ്യം വിരലുകൾ ഇങ്ങനെ ഞൊട്ടിയിടാൻ വേണ്ടി പിടിക്കുന്ന പോലെ പിടിച്ചൊക്കെ നോക്കി. അപ്പോൾ ഞാനും കരുതി അത്രയല്ലേ ഉള്ളൂ, അവന് സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു. ഇത്രയല്ലേ ഉള്ളൂ, പേടിക്കണ്ടല്ലോ എന്ന്. അങ്ങനെ ഇരുന്ന് പതുക്കെ ഡോക്ടർ ഈ 5 വിരലും ഇങ്ങനെ പിടിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി നോക്കിയിട്ട് പതിയെ ഒരു അങ്ങ് വലിച്ചു. എൻ്റെ കുഞ്ഞു പാവം പെട്ടെന്ന് അങ്ങ് കിടന്നൊരു പിടച്ചിൽ പോലും അങ്ങ് പിടഞ്ഞു പോയി. നല്ല വേദനയായിരുന്നു. എനിക്കും അങ്ങ് സങ്കടമായിപ്പോയി. പക്ഷേ അവൻ കിടന്ന് പിടയ്ക്കുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ഇക്കത്ത് അവൻ്റെ അടുക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്കും സങ്കടമായി. ഞാൻ പിന്നെ പെട്ടെന്ന് നിന്ന് കാലിൻ്റെ അടുക്കൽ നിന്ന് അതിനെ പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതിയെ അവനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചോദിച്ചു. പക്ഷെ എന്ത് ചോദിച്ചിട്ടും ആളൊന്നും മിണ്ടുന്നില്ലായിരുന്നു. പിന്നെ പതിയെ ഡോക്ടർ ചുറ്റാൻ വേണ്ടിയൊക്കെ തുടങ്ങി. ആദ്യം കോട്ടണൊക്കെ വെച്ച് കാല് മൊത്തത്തിലൊന്ന് കവർ ചെയ്തതിന് ശേഷമാണ് പിന്നെ ചുറ്റി കെട്ടാനായിട്ട് തുടങ്ങിയത്. ബാൻഡേജ് പോലെ ഇങ്ങനെ കെട്ടി മുറുക്കി നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിയാണ് നിൽക്കുന്നത്. കാരണം ഇങ്ങനെ അപ്പോൾ അവന് ഒട്ടും നടക്കാൻ വയ്യാതെ കൊന്നി ഒരു അവസ്ഥയിലാണ് അവൻ കയറി വന്നത്. പക്ഷേ ബാൻഡേജ് കെട്ടിയതിന് ശേഷം പിന്നെ ഒക്കെ കുഴപ്പമില്ല. അങ്ങനെ ഏകദേശം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഡോക്ടർ എല്ലാം കെട്ടി ക്ലിയർ ചെയ്തു. ഇത് ചെയ്യുന്നതിൻ്റെയും ഡോക്ടർ വിശേഷങ്ങളൊക്കെ അതിനോട് ചോദിക്കുന്നെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആളിനാകെ ഒരു സമാധാനം കിട്ടിയത് എന്തെന്ന് വെച്ചാൽ ഇഞ്ചക്ഷനൊന്നും ഇല്ലല്ലോ എന്ന ഒരു സമാധാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് കെട്ടി ഏകദേശം ഒരു പകുതിയൊക്കെ ആയപ്പോൾ ആളിന് ചെറിയൊരു കാലിനൊരു പിടുത്തം കിട്ടി. അപ്പോൾ വേദന കുറച്ച് കുറഞ്ഞതുപോലെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം അവിടെ നിന്ന് കെട്ടി പിന്നെ വീട്ടിലോട്ടൊക്കെ വന്നു. പിന്നെ കെട്ടിയതിന് ശേഷം പിന്നെ ആളിന് ഈ തലേ ദിവസത്തെ കൊന്നലൊക്കെ അങ്ങ് മാറി എനിക്ക് പഴയതുപോലെ നടക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു, ഇത് കെട്ടി 3 ദിവസം ഫുൾ റെസ്റ്റ് ആയിരിക്കണം, നടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെ കേൾക്കാൻ, അവൻ വന്നതിൻ്റെ അന്ന് ഭയങ്കര നടത്തമായിരുന്നു, കിടന്നതേ ഇല്ലായിരുന്നു. അങ്ങനെ ഭയങ്കര വേദനയായി രാത്രിയായപ്പോൾ. പിന്നെ ഒരു വിധമൊക്കെ തടവിയൊക്കെ ഇരുന്നു. പിന്നെ പിറ്റേ ദിവസം മുതൽ മര്യാദയ്ക്ക് ഒരിടത്ത് പോയി കിടക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 3ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം കൂടെ വീണ്ടും ഇതുപോലെ കെട്ടി വിട്ടു. പിന്നെ ഏകദേശം ഒരു 1 വീക്കോളം സ്കൂളിൽ പോകണ്ട എന്നുള്ള ഒരു ഇതിലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഏകദേശം എല്ലാം ആക്കി ക്ലിയർ ചെയ്ത് കെട്ടിയൊക്കെ കൊടുക്കുകയാണ് ഡോക്ടർ. അങ്ങനെ ആൾ നല്ല സമാധാനത്തിക്കണം. ഇതിൻ്റെ ലാസ്റ്റിൽ എല്ലാം കെട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ ഉണ്ട്. മുഖം തന്നില്ല, മുഖമൊക്കെ മറച്ചു വെച്ചാണ് ഫോട്ടോയ്ക്ക് നിന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഷെയർ ചെയ്തതാണ്. പക്ഷെ നല്ല ഡോക്ടേഴ്സും അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ഇതായിരുന്നു. ഡോക്ടർ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് മറ്റ് ജൂനിയർ ഡോക്ടേഴ്സ് അതുപോലെ തന്നെ സ്റ്റാഫുകളൊക്കെ നമ്മളെ അടുത്ത് നല്ല പെരുമാറ്റമായിരുന്നു. ആദ്യമായിട്ട് പോയതാണ്, ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. പക്ഷെ നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫുള്ള് ചുറ്റി കെട്ടിയതിന് ശേഷമാണ് എണ്ണ ഒഴിച്ചത്. ഏകദേശം ഒരു അരക്കുപ്പിയോളം എണ്ണ അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എണ്ണ തളം കെട്ടി നിന്ന് പിന്നെ ഒരു വേദന ശമിപ്പിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ ഡോക്ടർ എല്ലാം ചെയ്തു. മെയിൻ ഡോക്ടർ തന്നെ ഡയറക്റ്റ് ചെയ്തതാണ്. ജൂനിയർ ഡോക്ടേഴ്സിനെ ഒന്നും കൊണ്ട് ചെയ്യിപ്പിച്ചില്ല, ഡോക്ടർ തന്നെയാണ് ചെയ്തത്. നല്ല കുറവുണ്ടായിരുന്നു അതെന്തായിരുന്നാലും.
ഓക്കെ. അപ്പോൾ എനിക്കിതിൽ ഇനിയിപ്പോൾ നിങ്ങളോട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. പിന്നെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്കും എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.